vlogs, you know that yesterday was when we celebrated Onam in our community. But coincidentally, yesterday was also my dad's birthday, and today is Father's Day. So we thought we could go for a little outing, have some family time, and celebrate my dad's birthday and Father's Day. So we're heading out. We have a little bit errands to run. Okay, bye. അപ്പയുടെ ബർത്ത്ഡേ ഫാദേഴ്സ് ഡേ ആയ കാരണം നമുക്ക് ഹൂ നോസ് അപ്പ ബെറ്റർ നോക്കിയാലോ. ഞാനൊരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിൽ നിങ്ങളുടെ ആൻസർ പറ, അപ്പയുടെ ആൻസർ അപ്പയും പറയും, അപ്പോൾ നമുക്കറിയാം. റെഡിയാണോ? അപ്പ റെഡിയാണോ? ഓക്കെ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡെസേർട്ട് എന്താണ്? അതായത് നമ്മുടെ കേരള സ്റ്റൈലേട്ടാ. ആ, അറിയോ? നിന്റെ ആൻസർ എന്താ? രണ്ടാളും ഒരുമിച്ച് പറയണം. ആ, അപ്പയുടെ ആൻസർ എന്താ? മാറ്റി പറയാൻ പറ്റില്ല. അപ്പൊ അപ്പയുടെ ആൻസർ എന്താ? ലഡു. ഇപ്പൊ ലഡു ആയി. അപ്പ കംപ്ലീറ്റ്ലി കാലുവാരി. എന്നാ ഓക്കെ, ഫസ്റ്റ് വൺ രണ്ടാൾക്കും കിട്ടിയില്ല. സങ്കടം ഉണ്ടോ? ഓക്കെ. രണ്ടുപേരുടെയും തെറ്റി. എനിക്കിതിൽ ഫ്രെയിമിൽ കൊള്ളണില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അപ്പ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ഏതാണ്? ഒരുമിച്ച് പറയണമെന്നുണ്ട്. നിന്റെ ആൻസർ പറ. കഴിഞ്ഞോ? അപ്പയുടെ ആൻസർ എന്താ? അപ്പോൾ നിനക്കൊരു പോയിന്റ് കിട്ടി ജിയോ. വലിയ ഗെയിം, ഇന്റർനാഷണൽ ഗെയിമൊന്നും അല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പയുടെ ഫേവറേറ്റ് കളറ് രണ്ടുപേരും ഒരുമിച്ച് പറയണം. ഞാൻ റെഡി സ്റ്റഡി ഗോ എന്ന് പറയുമ്പോൾ പറയണം. ഒരൊറ്റ കളറേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ കളറ് മാറ്റുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഒരൊറ്റ കളറേ പറയാൻ പറ്റുള്ളൂ. റെഡി സ്റ്റഡി ഗോ. എന്താ? ബ്ലൂ ആണോ? ഓക്കെ, അപ്പോൾ ബ്ലൂ ആണ് സക്സസ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പോയിന്റ് ഉണ്ട്. അന്നയ്ക്ക് 1 പോയിന്റ്, ജിയോന് 2 പോയിന്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പയുടെ ഫേവറേറ്റ് കേരള ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതായത് പുറത്ത് പോയി കഴിക്കുമ്പോഴത്തെ ഫേവറേറ്റ് അല്ല, ഇപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അപ്പയ്ക്ക് ഇഷ്ടമുള്ള അപ്പയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ആലോചിക്കാൻ സമയം വേണോ? വേണ്ട. റെഡി സ്റ്റഡി ഗോ. അന്ന പറഞ്ഞെന്താ? പിടി. നീ പറഞ്ഞെന്താ? പുട്ടും കടലേ. അപ്പയുടെ എന്താ? പിടി. പക്ഷെ പിടി നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന സംഭവമല്ല. പാലപ്പാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സാറില്ല. അപ്പോൾ അന്നയ്ക്ക് 1 എണ്ണം കിട്ടി. അപ്പോൾ 2 പോയിന്റ് അന്നയ്ക്ക്, 2 പോയിന്റ് ജിയോന്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പയുടെ ഷൂ സൈസ് എത്രയാണ്? ആലോചിച്ചോ. അപ്പയ്ക്ക് ആലോചിക്കാം. റെഡി സ്റ്റഡി ഗോ. എത്ര നീ പറഞ്ഞു? 18. എടാ, ഓസ്ട്രേലിയൻ ഷൂ സൈസ് 18. നീ 18. എന്തത് ഡൈനോസറിൻ്റെയാ? ഞാനൊരു ആൻസർ പറയാം. എനിക്കും കുറച്ച് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു 10.5 ആണ്. എന്താ 10.5? നീ എത്ര പറഞ്ഞു? 9. 18 നിന്റെ അമ്മയുടെ ഏജ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ടൈ ആയി.
അപ്പോൾ ടൈ ആയ കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ അന്നയ്ക്ക് 2 പോയിൻറ്റ്സ്, ജിയോന് 2 പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആ ടൈ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. റെഡിയാണോ? അപ്പയ്ക്ക് ഇപ്പോൾ കറൻ്റ്ലി ഇഷ്ടമുള്ള ഒരു മലയാളം പാട്ട്, അതായത് എപ്പോൾ അത് പ്ലേ ആയാലും അപ്പയ്ക്ക് പിന്നെയും പിന്നെയും വെക്കി എന്ന് പറയണ ഒരു പാട്ട്, ലേറ്റസ്റ്റ് ആവണം. ഓക്കെ, അറിയോ രണ്ടാൾക്കും? അന്നയ്ക്കറിയോ? എനിക്ക് ഒരെണ്ണം അറിയാം, പക്ഷെ അതത്ര ലേറ്റസ്റ്റ് അല്ല ഞാൻ വിചാരിക്കണത്. ഓക്കെ, ആ, റെഡി സ്റ്റഡി, റെഡിയായോ? ഗോ. അതാണോ? അയ്യോ, ആ പാട്ടൊക്കെ ഓൾഡ് ആയില്ലേ ഇപ്പോൾ. ഈ പാട്ടിനെ ഞാനും വിചാരിച്ചത്, പക്ഷെ അതിപ്പോൾ കുറച്ച് പഴയതായില്ലേ. അതായത് ലേറ്റസ്റ്റ് ആണെങ്കിൽ എന്ത് പറയും? ആ, എനിക്കറിയാം ഒരു പാട്ട്, ജ്ഞാപകം. അല്ലല്ല, ഞാൻ പറയുകയാണെങ്കിൽ നീലനിലവ് തന്നെയാ പറയാ. ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാ. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ നിർത്താം. അപ്പോൾ കപ്പെടുത്തോ? അതെ, ഞാനൊരു ബോധത്തിന് കുറേ എടുത്തു തന്നെ. താഴെയിടല്ലേ? ഞാൻ എൻ്റെ എത്ര